വേഗം വരുന്ന യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മളെ ദൈവം തമ്പുരാൻ ഓരോ ദിവസം കൺമണി പോലെ കാക്കുന്നു. ആ കാക്കുന്ന ദൈവം ആണ് നമ്മുടെ പരിപാലകനാണ്. ഉറങ്ങാതെ മയങ്ങാതെ നീ അറിഞ്ഞോ ദൈവ പൈതലിൻ കാവൽക്കാരൻ ആരെന്ന്. അതോ ആരെന്ന ഉറങ്ങാത്തവൻ അവൻ മയങ്ങാത്തവൻ യഹൂദാ ഗോത്രത്തിൻ സിംഹമായവൻ രാജാതിരാജൻ യേശു രാജാതിരാജൻ. അപ്പോൾ ഉറങ്ങാതെ മയങ്ങാതെ ഇരിക്കുന്ന ആരാണ്? രാജാതിരാജനായ യേശു, കർത്താവ് യേശുവാണ്. യേശു നമ്മുടെ കൂടെ നമ്മുടെ വഴി നടത്തും. വിശ്വാസത്തോടെ നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാം. വിശ്വാസ സ്നേഹത്താൽ ഒക്കെ നിറയ്ക്കാനായിട്ട് സർവശക്തനായ ദൈവത്തിന് സാധിക്കും. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് നീതിക്കായി കണക്കിട്ടു. അബ്രഹാമിന് മക്കളില്ലായിരുന്നു. അബ്രഹാം ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോയി. ദൈവത്തോട് വിഷമതകൾ പറഞ്ഞു. പക്ഷെ തക്ക സമയമായപ്പോഴത്തേക്കിന് കർത്താപ്പച്ചന് അബ്രഹാമിനൊരു മകനെ കൊടുത്തു, ഇസഹാക്ക്. ഇസഹാക്കിനെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴും അത് അനുസരിക്കുകയാണ് ചെയ്തത്. പക്ഷേ യാഗമൃഗത്തെ ദൈവം തമ്പുരാൻ തന്നെ തക്ക സമയത്ത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അബ്രഹാമിൻ്റെ ഭാര്യ സാറായിക്ക് 90 വയസ്സും അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോഴാണ് അവർക്കൊരു കുഞ്ഞിനെ ലഭിക്കുന്നത്. ഈ ലോകപ്രകാരം പറഞ്ഞാൽ മണ്ണോടടിയുന്ന ആയുസ്. അപ്പം അത് അങ്ങനെയാണ് ഒരു കുഞ്ഞിനെ ദൈവതമ്പുരാൻ ആ പ്രായത്തിലും ദൈവതമ്പുരാൻ കൊടുത്തു. അബ്രഹാം എന്ത് ചെയ്തു? ദൈവത്തിൽ വിശ്വസിച്ച് അത് നീതിക്കായിട്ട് കണക്കിട്ടു. അപ്പോൾ അബ്രഹാമിന് ഇസഹാക്കിന് 2 മക്കളുണ്ടായി, യാക്കോബും ഏശാവും. ഏശാവും മൂത്തവൻ, യാക്കോബ് ഇളയവനായിരുന്നു. യാക്കോബിന് 13 മക്കളെ ദൈവം തമ്പുരാൻ കൊടുത്തുകൊണ്ടോ. 12 ഗോത്രപിതാക്കന്മാരെന്ന പേരിലാണ് 12 ആൺമക്കളെ അറിയപ്പെടുന്നത്. ഒരു മോളെയും ദൈവം തമ്പുരാൻ കൊടുത്തു. അങ്ങനെ 13 മക്കളെ ദൈവം തമ്പുരാൻ നൽകിക്കൊടുത്തു. ദൈവം അനുഗ്രഹിച്ചു ജയത്തോടെ നടത്തി. അതുപോലെ യോനായോട് ദൈവം തമ്പുരാന് എങ്ങോട്ട് പോകണമെന്നാണ് പറഞ്ഞത്? നിനവിലേക്ക് പോകണമെന്ന് പറഞ്ഞു. യോന എങ്ങോട്ട് പോയി? തർശീശിലേക്ക് പോയി. തർശീശിലേക്ക് യോനയ്ക്ക് സന്തോഷമാണോ ഉണ്ടായത്? ഇല്ല. പക്ഷേ യോനായെ കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക് അവരെടുത്ത് എറിഞ്ഞു കളയുകയാണ്. കപ്പൽ മുങ്ങി താഴ്ന്നു കണ്ടു. പക്ഷേ അവിടെ യോനായ്ക്ക് വേണ്ടിയിട്ട് ഒരു മത്സ്യത്തെ ദൈവം തമ്പുരാൻ ആ ടൈമിൽ സൃഷ്ടിച്ചുണ്ടാക്കി വിടുവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓരോ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ആ കറക്റ്റ് ടൈമിൽ അതിൽ നിന്ന് ദൈവം തമ്പുരാൻ നമ്മളെ വിടുവിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ആ കരുതൽ എത്രയോ വലുതാണെന്നറിയോ. അപ്പോൾ അതുപോലെ തന്നെ ശൗല് ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചപ്പം മുതൽ ശൗലിൻ്റെ ജീവിതത്തിലുണ്ടായ ഇതുപോലെ പരിവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സുവിശേഷ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കർത്താപ്പച്ചൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കർത്താവ് ചെയ്ത ഉപമകൾ, അതുപോലെ കർത്താവ് ചെയ്ത എത്രയോ പേരെ രോഗികളെ സൗഖ്യമാക്കി, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചു. ഇതൊക്കെ കർത്താപ്പച്ചൻ ചെയ്ത കാര്യങ്ങൾ. കർത്താവ് ആരാണ്? ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്, ഉന്നതനാണ്, അല്ലേ? അതാണ് അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്. ഇതിനെ കേൾക്കുന്ന കുഞ്ഞുങ്ങളൊക്കെയും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോകണം. ദൈവത്തിൻ്റെ കരങ്ങൾ, ദൈവത്തിൻ്റെ ഫേവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവർത്തനം നിങ്ങളിലെല്ലാവരും ഉണ്ടാകട്ടെ. അത് പരിശുദ്ധാത്മാ നിറയണം. എല്ലാവരും പുത്തൻ അഭിഷേകത്തെ നിറയണം. കുഞ്ഞുങ്ങൾ, യൗവനക്കാരെ കുഞ്ഞുങ്ങൾ, ഞങ്ങളിലൊക്കെ ദൈവിക തേജസ്സിനെ നിറയ്ക്കാനായിട്ട് സർവശക്തനായ ദൈവത്തിന് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവ പറഞ്ഞത് അതേപോലെ ഞങ്ങൾ കുടുംബമായിട്ടുള്ള എല്ലാവരും ദൈവത്തെ എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ആ ഭവനത്തിൽ എന്തോ ഒരു സന്തോഷമാണെന്ന് അറിയാനുണ്ടാകും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.